രാത്രി ലൈവില് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു വാക്ക് തർക്കം നടക്കുന്നുണ്ടായിരുന്നു. വാക്ക് തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു വഴക്കൊന്നും ആയിരുന്നില്ല. ജിൻഡോന്റെ അഭിപ്രായം വന്ന് ചോദിക്കായിരുന്നു എന്ന് തോന്നുന്നു. ഈ ആഴ്ച ക്യാപ്റ്റൻസി ജിൻഡോന്റെ വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ ജിൻഡോ ഇപ്പൊ നന്നായി ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ അവിടെ എല്ലാവരും പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ജാസ്മിനും ജിൻഡോയും സംസാരിക്കാൻ തുടങ്ങിയത്. എന്തായാലും ജാസ്മിൻ അവിടെ ജിൻഡോയ്ക്ക് സംഭവിച്ച പിഴവുകൾ എന്താണ് എന്ന് അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കണ്ടു. എനിക്ക് തോന്നുന്നു ജാസ്മിൻ ആത്മാർത്ഥമായിട്ട് ജിൻഡോയുടെ അടുത്ത് അക്കാര്യം സംസാരിച്ചത് എന്നാണ് എനിക്ക് അവരുടെ സംസാരം കേട്ട സമയത്ത് തോന്നിയത്. എന്തായാലും ജാസ്മിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ച വന്നിട്ട് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾ അതെല്ലാം തിരുത്തിക്കൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച നിങ്ങൾ അത്ര നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളെ കാണാനില്ലായിരുന്നു. നിങ്ങൾ സൈഡിലേക്ക് ഒതുങ്ങിപ്പോയി. പലരും നിങ്ങളെ അടുത്ത് പറയുന്നത് എന്താണോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ നിന്നു. നിങ്ങൾ എപ്പോഴും സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ഒരാളായിരുന്നു. മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയകളും ഗെയിമിനെ കുറിച്ചുള്ള കൺസെപ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങളിൽ അതൊന്നും കാണാനായിട്ട് സാധിച്ചില്ല എന്നാണ് ജാസ്മിൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് അവിടെ ജിൻഡോ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ആരെയും വാക്കൊന്നും കേട്ടിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവരെന്നെ തെറ്റ് കാണുമ്പോൾ ഉപദേശിക്കും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും, അതിനനുസരിച്ച് ഞാൻ നിന്നിട്ടുള്ളൂ എന്നാണ് അവിടെ ജിൻഡോ പറയുന്നത്. എന്തായാലും ജാസ്മിൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ജിൻഡോ അവിടെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ജാസ്മിൻ പറയുന്ന സമയത്ത് ജിൻഡോ ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തതല്ല മാസല്ലേ, പിന്നെ എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ വടം വലിച്ചത് മാസല്ലേ, അതുപോലെ തന്നെ എനിക്ക് 11 വോട്ടുകൾ കിട്ടിയത് മാസല്ലേ, പിന്നെ എന്താണ് ഈ ആഴ്ച സംഭവിച്ച 2 തെറ്റ് എന്ന് പറയുന്നത് നോറയുടെ അടുത്തുണ്ടായ ആ കാര്യവും നിന്റെ അടുത്തുണ്ടായ കാര്യവും. ആ 2 നെഗറ്റീവ്സ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. വേറൊരു പ്രശ്നവും ഈ ആഴ്ച എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ ജിൻഡോ പറയുന്നത്. ആ സമയത്ത് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്, നിങ്ങൾ വടം വലിച്ചത് മാസ് തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയവും വേണ്ട. അത് എന്തായാലും നിങ്ങൾ ഏത് ഗ്രൂപ്പിലേക്ക് പോകുന്നോ ഏത് ടീമിലേക്ക് പോകുന്നോ അവർ തന്നെ വിജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഇത് എനിക്കെന്നല്ല, ഈ വീട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഏത് ഗ്രൂപ്പിലേക്ക് പോകും എന്നുള്ളതായിരുന്നില്ലേ അവിടുത്തെ ഒരു ചോദ്യമെന്ന്. അപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്, നിങ്ങൾ അവരുടെ അടുത്തേക്ക് തന്നെ പോവുള്ളൂ എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന്. അതിന് ആ ടീമിനെ അല്ലല്ലോ ഞങ്ങളുടെ ടീം സപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്, ഞാൻ മാത്രമല്ലേ മാറി വന്നത്, അപ്പം അത് മാസമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജിൻഡോ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അതൊരിക്കലും മാസമാവാനായിട്ട് നിങ്ങൾ ആ ടീമിലേക്ക് തന്നെ പോവുള്ളൂ എന്നുള്ളത്. ഇപ്പം ഞാനും ഗബ്രിയും കൂടി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനും വേറെ ഗ്രൂപ്പിൽ, ഗബ്രി വേറെ ഗ്രൂപ്പിൽ, നിങ്ങൾ ആരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഗബ്രിയുടെ അടുത്തേക്കല്ലേ പോവുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിനെ തന്നെ സഹായിക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പക്ഷെ വടം വലിച്ചത് മാസ്, അതിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് 11 വോട്ട് കിട്ടിയത് മാസ് തന്നെയാണ്. പക്ഷേ ഈ 11 വോട്ടിന് നിങ്ങൾ കയറി തെണ്ടി നടന്നത്, അങ്ങനെ ഓരോ തരടുത്ത് ചെന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞത് അതത്ര മാസമായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ അവിടെ ജാസ്മിനും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ജിൻഡോ പറയുന്നത് നോറയുടെ ഭാഗത്തുണ്ടായതും അത് ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ 2 വിഷയങ്ങൾ മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളൂ. അല്ലാതെ കഴിഞ്ഞ ആഴ്ച വേറെ എനിക്കൊന്നും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്തത്. സിബിൻ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സിബിൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ അതെൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരുന്നതല്ലേ, അതിനനുസരിച്ചാണ് ഞാൻ നിന്നത് എന്നാണ് അവിടെ ജിൻഡോ പറഞ്ഞു വെക്കുന്നത്.